ബാഹ്യമായി ചിന്തിക്കുന്ന ആളുകൾ പറയും റിസ്ക് വിശാലത ഉണ്ടാകാൻ ചിലവഴിക്കുകയോ. ഒരു എക്കണോമിസ്റ്റിന്റെ നിരീക്ഷണത്തിൽ അങ്ങനെ ചിലവഴിക്കുന്നത് ചിലപ്പോൾ അത് റിസ്കിൽ വിശാലത ഉണ്ടാകാനല്ല, റിസ്കിൽ നിന്ന് കുറഞ്ഞു പോകാനാണ് ചിലപ്പോൾ അവൻ പറയുക. കാരണം എക്സ്പെൻസ് ആണത്, ചിലവഴിക്കാനാണ് പറയുന്നത്. എന്തായാലും എക്സ്പെൻസിന്റെ കോളത്തിലേ വരികയുള്ളൂ, ഇൻകമിന്റെ കോളത്തിൽ വരികയില്ല. എന്നാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നീ ചെലവഴിച്ചാൽ നിനക്ക് യാതൊരു കുറവും സംഭവിക്കുകയില്ല. കാരണം എന്താ? അള്ളാഹു പകരം നൽകും. കുറവ് സംഭവിക്കുകയില്ല എന്നുള്ളത് അങ്ങനെ തന്നെ അക്കൗണ്ടിൽ ഉണ്ടാവുന്നതല്ല അതിൻ്റെ അർത്ഥം. നീ 1000 കൊടുത്താൽ 1000 കുറഞ്ഞിട്ടുണ്ടാവും അക്കൗണ്ടിൽ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല പകരം നൽകും. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ എന്ത് ചെലവഴിച്ചു, മിൻ ഷൈഇൻ ഖലീലൻ ഔ കസീറ, കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും ശരി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചുവോ ഫഹുവ യുഖ്ലിഫു, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അള്ളാഹു തആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അൻഫിക് യ ഇബ്ന ആദം ഉൻഫിഖ് അലൈക്, മനുഷ്യരെ നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക, അള്ളാഹു നിങ്ങൾക്ക് പകരം നൽകും. ഇത് അള്ളാഹുവിൻ്റെ വാക്കാണ്, അള്ളാഹുവിൻ്റെ വാക്കാണ്. അതിൽ യഖീൻ ഉണ്ടാകണം, ഉറപ്പുണ്ടാകണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അള്ളാഹു പകരം നൽകും എന്നുള്ളത് സഹോദരങ്ങളെ നമുക്ക് ഉറപ്പുണ്ടാകേണ്ട കാര്യമാണ്. ആ ഉറപ്പോടുകൂടി നമ്മൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അതെന്ത് ചെയ്യും? പകരം ലഭിക്കും. അതുകൊണ്ടാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞത്, ഇത് തജ്രിബ കിട്ടിയ, ഇത് അനുഭവത്തിൽ കിട്ടിയ ആളുകൾക്ക് ചെലവഴിക്കാതിരിക്കാനായിരിക്കും പ്രയാസം. ഏതെങ്കിലും ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ചെലവഴിക്കാതിരിക്കുക എന്നുള്ളത് അവർക്ക് വലിയ പ്രയാസമായ കാര്യമായിരിക്കും. കാരണം മനസ്സ് കുടുസത വരും ചെലവഴിക്കാതിരുന്നാൽ. എന്നാൽ ഇതിൽ ഉൾക്കൊള്ളാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കൊടുത്താലായിരിക്കും മനസ്സിൽ ടെൻഷൻ. കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നത് വലിയ പ്രയാസമാണ്. നമ്മൾ അള്ളാഹിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഒരാൾ ചോദിച്ചു, നമ്മൾ കൊടുത്തു, പക്ഷെ കൊടുത്തതിന് ശേഷം ഇങ്ങനെ ടെൻഷനാണെങ്കിൽ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. നമുക്ക് രണ്ടും പോയ പോലത്തെ ഒരു അവസ്ഥയാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത്. മറിച്ച് അദ്ദേഹം പറയാൻ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൈകൊണ്ട് കൊടുക്കുന്നതിന് മുമ്പ് അവർ കൽബ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ സന്തോഷം. അവർ കൈകൊണ്ട് കൊടുക്കേണ്ട ഒരു സമയമുണ്ട്, ഒരാളിൻ്റെ അടുത്ത് വരണമല്ലോ, അത് അയക്കണമല്ലോ, പക്ഷെ അതിന് മുമ്പ് കൽബോണ്ട് കൊടുത്തിട്ടുണ്ട്. കൽബോണ്ട് നിയത്താക്കി അത് കൊടുത്തു എന്നുള്ള നിയത്താക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഹൃദയത്തിൽ വലിയ വിശാലത ഉണ്ടാകും. ഇപ്പം ഹൃദയ വിശാലതയും അതുപോലെ തന്നെ സാമ്പത്തിക വിശാലതയും ലഭിക്കുന്ന കാര്യമാണ് അൽ ഇൻഫാഖു ഫീ സബീലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഓരോ ദിവസം പുലരുമ്പോഴും 2 മലക്കുകൾ ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അവരിൽ ഒന്നാമത്തെ ആൾ പറയുന്നത്, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അള്ളാഹുവെ അവൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് നീ പകരം നൽകണമേ എന്നാണ്. ഒരു മലക്ക് എപ്പോഴും ദുആ ചെയ്യും. ആരൊക്കെയാണ് ഇന്നത്തെ ദിവസം അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചത്, അവന് പകരം നൽകണമേ എന്ന് മലക്ക് ദുആ ചെയ്യും. വയഖൂലുൽ ആഖർ, അടുത്ത ആൾ പറയും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, ആരാണ് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുന്നത് അവന് നാശമുണ്ടാക്കണമേ എന്ന് പറയും. അതായത് കൊടുക്കാൻ കഴിവുണ്ടായിട്ടും പൂഴ്ത്തി വെക്കുന്ന, അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒട്ടും ചെലവഴിക്കാത്ത ആളുകളുണ്ടാകും. അവർക്ക് തലഫ, അത് നശിച്ചു പോകണമേ എന്നുള്ളത് മലക്കുകൾ ദുആ ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കും ഓരോരുത്തർക്കും കഴിയുന്നത് പോലെ, അത്രയേ കൊണ്ടുള്ളൂ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരാളുടെ കഴിവിൽപ്പെടാത്ത കാര്യം അള്ളാഹു ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ചിലവുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ചിലവുണ്ട്, അതൊന്നും കൊടുക്കാതെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കണം അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയും പറഞ്ഞിട്ടില്ല. അവർക്കൊക്കെ കൊടുക്കണം. പക്ഷെ ഓരോരുത്തർക്കും കഴിയുന്ന കാര്യമുണ്ടല്ലോ, ചില ഹദീസിൽ കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ്റെ ഒരു ദിർഹം 1,00,000 ദിർഹമിന് മുൻകടന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ 1,00,000 ദിർഹമുള്ള കൊടുത്ത മനുഷ്യന് അതിനേക്കാൾ മില്യൺ കണക്കിന് ദിർഹമുകൾ അയാളുടെ കയ്യിലുണ്ട്. അതിൽ നിന്നാണ് 1,00,000 കൊടുത്തത്. പക്ഷേ ഈ 1 ദിർഹം കൊടുത്ത മനുഷ്യന് ആകെ 2 ദിർഹ കയ്യിലുണ്ടായിട്ടുള്ളൂ. അതിൽ നിന്നാണ് 1 കൊടുത്തത്. അപ്പോൾ അയാൾ നമ്മൾ എത്ര കൊടുക്കുന്ന ക്വാണ്ടിറ്റിയിലല്ല കാര്യം, മറിച്ച് നമ്മുടെ ഹൃദയ വിശാലതയോടുകൂടി നമ്മളെ കൊണ്ട് സാധിക്കുന്നതിൽ എത്ര കൊടുത്തു, അതിനാണ് കാര്യം. 10,000 റിയാൽ കിട്ടുന്നവനും 1,00,000 റിയാൽ കിട്ടുന്നവനും 2,00,000 റിയാൽ കിട്ടുന്നവനും എല്ലാവരും ഒരുപോലെയല്ല. അവരോട് കൂടുതൽ ആര് കൊടുത്തു അവന് കൂടുതൽ മാർക്ക് എന്നുള്ളതല്ല, മറിച്ച് നിന്റെ കയ്യിലുള്ളതിൽ നിന്ന് നീ എത്ര കൊടുത്തു, ഇതിലാണ് പരീക്ഷണം. നിന്റെ കയ്യിലുള്ളതിൽ നിനക്ക് എത്ര കൊടുക്കാൻ സാധിച്ചു, നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എത്ര ചെലവഴിക്കുന്നു, നിന്റെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി നീ എത്ര ചെലവഴിക്കുന്നു, ഏതിനാണ് നീ മുൻഗണന നൽകിയിട്ടുള്ളത്, ഇതാണ് പരീക്ഷണം. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത് റിസ്കിൽ വിശാലത ലഭിക്കുന്ന കാര്യത്തിൽപ്പെട്ട കാര്യമാണ്.